ഒന്ന് ട്രൈ ചെയ്താലോ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നമുക്ക് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ചില ഭാഗങ്ങൾ നമുക്ക് മ്യൂട്ടാക്കേണ്ട ഈ സൗണ്ട്, അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കിയാലോ ഫ്രണ്ട്സ്? ആദ്യ ദിവസം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ് നോക്കുന്നത്. പിന്നെ ക്യാപ്കട്ടിൽ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഭാഗങ്ങൾ മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്ത് ഇത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് വളരെയധികം സിമ്പിൾ ആവുന്നതാണ്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത ഓഡിയോയിൽ എന്ന് നെക്കി പിടിച്ച ശേഷം അവിടെ ബീറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. കുറച്ച് നമ്മുടെ സോങ്ങിൻ്റെ അവിടെ കുറേ പൊന്തി കിടക്കണ മാതിരി തോന്നും, ഒരു മല പൊന്തി കിടക്കണ മാതിരി. ആ പൊന്തി കിടക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഏഡ് ബീറ്റ്സ് പറഞ്ഞ ആ ഓപ്ഷൻ നിൽക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഉപയോഗം എന്നാൽ നമ്മുടെ ഓഡിയോനനുസരിച്ച് വീഡിയോ പ്ലേ ആവാനാണ്. സോങ്ങിനനുസരിച്ച് ഓരോ വരികൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോ പ്ലേ ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി സ്മൂത്ത്നെസ് കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു റൈറ്റ് ക്ലിക്കിൻ്റെ ചിഹ്നമുണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ബീറ്റ് സെറ്റ് ചെയ്ത ഭാഗത്ത് ഒരു കുത്ത് കണ്ടില്ല, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാട്ടോ. നമ്മൾ വീഡിയോ എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ആ വീഡിയോൻ്റെ അവിടെ എന്ത് ചെയ്യുക, പിടിച്ച ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ലെങ്ത്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ ഈ ബിഗിനേഴ്സിനൊന്നും ഇതിനെ പറ്റിയിട്ട് വല്ലാണ്ട് ധാരണയൊന്നും ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓഡിയോനനുസരിച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്ലോ മോഷൻ ആക്കി കൊടുക്കുക. നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക, പ്രസ്സോ അതോ റൈറ്റ് ക്ലിക്കോ ചെയ്ത ശേഷം അവിടെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തെ ക്ലിപ്പിൽ എന്ത് ചെയ്യണേ, കർവാണ് ഉപയോഗിക്കുന്നത്. സ്പീഡിൽ 3 എണ്ണം ഉണ്ടാവും, ഒന്ന് നോർമൽ, ഒന്ന് കർവ്, ഒന്ന് വെലോസിറ്റി എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ വെലോസിറ്റി എഫക്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നോർമലും കർവും മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നോർമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോസ് എല്ലാം സ്ലോ മോഷനിലാവും. ഈ കർവിലാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചില ഭാഗങ്ങൾ മാത്രം സ്ലോ മോഷൻ ആക്കുകയും സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതാട്ടോ ഈ കർവിനോടുള്ള ഉപയോഗം. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, നോർമലായിട്ട് ഉപയോഗിക്കാം, കർവായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നണം അത് ചൂസ് ചെയ്യട്ടോ. കർവ് യൂസ് ചെയ്ത ശേഷം എന്ത് ചെയ്യും, നമ്മളവിടെ ബെറ്റർ ക്വാളിറ്റി പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ആഡ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി സ്മൂത്ത് ആവും. നോർമൽ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും വല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യണം, ബെറ്റർ ക്വാളിറ്റി പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ലോ മോഷൻ ആഡ് ചെയ്യാം, നോർമലോ കർവിലോ ഇട്ട് ഏതാச்சுം നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെ എല്ലാ വീഡിയോസും ചെയ്ത ശേഷം വീഡിയോൻ്റെ 80% കഴിഞ്ഞിട്ടുണ്ട്. താഴെ കാണിച്ചിരിക്കുന്ന എഫക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ഒബ്ലിക്യു ബ്ലർ പറഞ്ഞൊരു എഫക്റ്റ് കാണാം. അത് ആഡ് ചെയ്ത ശേഷം ഒരു വീഡിയോൻ്റെ എൻഡിങ്ങിൻ്റെ അവിടെ നമ്മളൊരു ഭാഗം കണ്ടില്ല, ഒരു വെള്ള ചതുരക്കെട്ട, അതിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക വെക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഒബ്ജക്റ്റ് പറഞ്ഞ ഓപ്ഷൻ അതാ, അത് ക്ലിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ആൾ വീഡിയോസ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളവിടെ ഒരു കീ ഫ്രെയിം പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ അവിടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, അവിടെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റിൻ്റെ അവിടെ 3 എണ്ണമായിട്ട് ആഡ് ചെയ്ത ശേഷം സെൻറ്ററിലെ ഭാഗം ഒഴിച്ച് ബാക്കി 2 ഭാഗവും റേറ്റും 0 ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നോക്കി ചെയ്താൽ മതി. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഓരോ വീഡിയോയുടെ ഓരോ അറ്റത്തിന് കൊണ്ടുവെക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ മഴയുടെ ഫീലൊക്കെ തോന്നാൻ വേണ്ടി നമുക്ക് ഇനി ഒരു ഫിൽറ്റർ ആഡ് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ നല്ലൊരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാമിനൈറ്റ് പറഞ്ഞൊരു ഫിൽറ്ററാണ്. അത് യൂസ് ചെയ്യുമ്പോൾ നല്ല മഴയത്തൊക്കെ നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി ഫിൽറ്ററാണത്. ഇപ്പോൾ ഞാനിതാ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ എന്ത് ചെയ്യുക, ഒരു നല്ല വൃത്തിയുള്ളതും ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഒരു വൃത്തിയുള്ള രീതിയിലുള്ള ഫിൽറ്റർ യൂസ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ പിറകിലോട്ട് പോയി കഴിഞ്ഞൊരു ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ റെയിൻ ഡേ എന്ന് പറഞ്ഞൊരു ആണ് ഞാനവിടെ കൊടുക്കുന്നത്. അതിനുശേഷം അവിടെ കുറേ ഫോണ്ട് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, വീഡിയോ ഇപ്പോൾ ആൾമോസ്റ്റ് വീഡിയോ റെഡി ആയിട്ടുണ്ട്. അതിൽ ആൾമോസ്റ്റ് എല്ലാം മുഴുവനായിട്ട് വീഡിയോസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, ഇവിടെ മുകളിൽ കാണുന്ന ഓപ്ഷൻ അവിടെ നമ്മൾ 580 6K FPX ആയിട്ട് നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.